ഇത് പറയുന്നത് മേ ഔറത്ത് ഹൂം, മേ ഔറത്ത് ഹൂം, അതായത് ഞാനൊരു സ്ത്രീയാണ് ഇങ്ങനെ ലൂപ്പിൽ ആരോ പറയുന്ന ഒരു സംഭവം ഈ സ്റ്റാറ്റിക്കിൽ കേട്ടു. ഞാൻ ശരിക്കും കേട്ടത്. MTV വാസ് വെരി ക്ലിയർ ദാറ്റ് ഒരു റിയൽ ഹോണ്ടഡ് സ്പേസിൽ ഷൂട്ട് ചെയ്യാവുള്ളൂ ആ സമയത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ ഫുട്ടേജസ് സ്കാൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞങ്ങൾ ഉപയോഗിച്ച 27 ക്യാമറാസാണ്. അതിനകത്ത് 6-7 ക്യാമറ, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, ബട്ട് ഇത് സിംഗിൾ ഡിജിറ്റ് അനലോഗ് ക്യാമറാസാണ്. ബാക്കിയെല്ലാം ഡിജിറ്റൽ ക്യാമറാസാണ്. ഈ പെൺകുട്ടി പോയ ഭാഗത്ത്, ഈ പെൺകുട്ടി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലിച്ച് വന്നിട്ട് ക്യാമറ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അതിനുശേഷം ആ ഭാഗത്തിൽ ഒരു ക്യാമറയും വർക്ക് ചെയ്തിട്ടില്ല. സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്, ആദ്യം ഈ ക്രൂ തന്നെ ഫേക്ക് ചെയ്ത് പേടിപ്പിക്കുന്നുണ്ട്. അത് ഞാൻ ചെയ്ത സംഭവങ്ങളാണ്. പെട്ടെന്ന് രൺവിജയൻ്റെ അടുത്ത് ബ്രോ വേർ ഇസ് ഷിക്ക, ഐ കാൻ ഫൈൻഡ് ഹർ. കാരണം വി ക്യാൻ സീ ദ ഫീൽ. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഷിക്ക വി കാൻ ഫൈൻഡ് ഹർ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പോയി, കാരണം ഏറ്റവും വിശേഷം ഇവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റ് തിരിഞ്ഞാൽ വേണ്ടിയിരുന്നാൽ മതി, അത്രേ ഉള്ളൂ. മാപ്പിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ണൂരിൽ നോക്കിയിട്ട് താഴെ നോക്കി ലെഫ്റ്റിൽ നോക്കുന്നു. അതിനുശേഷം പുള്ളി പറഞ്ഞു ഹൂ സ്റ്റോപ്പ് ദ മ്യൂസിക്, വേർ ഹാവ് ദ ഡാൻസേഴ്സ് ഗോൺ. എന്തിനാ അങ്ങനെ പോയത്, നിന്റെ മാപ്പിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു വാട്ട് ആർ യു ടെല്ലിങ് സർ. രൺവിജയ് വാസ് ടെല്ലിങ് മീ കീപ് ഗോയിങ് സ്ട്രെയിറ്റ്, ടേക്ക് റൈറ്റ്, ടേക്ക് ലെഫ്റ്റ്, കീപ് ഗോയിങ് സ്ട്രെയിറ്റ്, ഇങ്ങനെ പറഞ്ഞിരുന്നു. ബട്ട് എനിക്കറിയാം രൺവിജയ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ബിക്കോസ് ഐ വാസ് വിത്ത് റൈറ്റ് ദെയർ ഇൻ ദ PCR. ടാഞ്ചിബിൾ എവിഡൻസ് നമ്മുടെ മുന്നിലില്ല. പ്രേതം വന്ന് മുന്നിൽ നിന്നാലേ നമുക്ക് പ്രേതമുണ്ടെന്ന് പറയാം. ബട്ട് ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ, ആ പെൺകുട്ടി പോയത് ഇനി അവൾ ശരിക്കും രൺവിജയുടെ വോയിസ് കേട്ടതായിട്ട് ഹാലൂസിനേറ്റ് ചെയ്തതാണ്. ഐ ഡോണ്ട് നോ. റിയലി സംതിങ്, I don't know. I have no explanation to that. ഇപ്പം ഈ നോർമലി കേൾക്കാറുള്ളതാണ് ഈ ഒരു ഹൊറർ അല്ലെ പാരാനോർമൽ ബേസ് ചെയ്തിട്ടുള്ള മൂവീസ് ഷൂട്ട് ചെയ്യുമ്പം അവിടെ ഒരു നെഗറ്റീവ് എനർജി കിട്ടാറുണ്ട് എന്നുള്ളതൊക്കെ. അങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻസ് ഇവിടെ ഉണ്ടായിരുന്നു? ഈ ബംഗ്ലാവ് ശരിക്കും ഹോണ്ടഡ് പ്ലേസ് ആയിരുന്നു? ഈ ബംഗ്ലാവ് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് സിനിമയുടെ ഷൂട്ട് ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഈ ഒരു ഹൊറർ റിയാലിറ്റി സീരീസ് ചെയ്തു എന്ന് പറഞ്ഞില്ല MTVക്ക് വേണ്ടി. അതിനകത്ത് എനിക്ക് ഒത്തിരി ഇൻസിഡൻസസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പലയിടത്തും ഒത്തിരി ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. അത് കാരണം ബിക്കോസ് MTV വാസ് വെരി ക്ലിയർ ദാറ്റ് ഒരു റിയൽ ഹോണ്ടഡ് സ്പേസിൽ ഷൂട്ട് ചെയ്യാവുള്ളൂ ആ സമയത്ത് പറഞ്ഞിരുന്നു. അങ്ങനെ ലൊക്കേഷൻ നമ്പർ 1, എപ്പിസോഡ് നമ്പർ 1 ഞങ്ങൾ സെറ്റ് ചെയ്ത് കുൽധാര എന്ന് പറഞ്ഞ രാജസ്ഥാനിലെ ഒരു സ്ഥലത്താണ്. കുൽധാരയിൽ ഞങ്ങൾ ഫസ്റ്റ് എപ്പിസോഡ് ഷൂട്ട് ചെയ്യുകയാണ്. കുൽധാര നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാൻ കാണാൻ പറ്റും. ഒരു അബാൻഡൻ വില്ലേജ് ആണ്, ജയ്സൽമീറിന് കുറച്ചപ്പുറം, ബോർഡർ ക്ലോസ് ടു ബോർഡർ. അപ്പോൾ കുൽധാരയിലെ സീൻ എന്ന് പറഞ്ഞാൽ അവിടെ പണ്ട് എപ്പോഴും താമസിച്ച ആൾക്കാരെല്ലാം അവിടെ വിട്ടുപോയി. അവിടെ എന്തോ പ്രശ്നം നടന്നു. അപ്പോൾ അവിടെ ഇറ്റ് ഈസ് ഹോണ്ടഡ്. ഇത് ഇനി ഓൺലൈൻ മീഡിയയിൽ പോയി നോക്കിയാൽ യു ക്യാൻ സീ ദാറ്റ്. ഇപ്പോൾ അതൊരു ടൂറിസ്റ്റ് സെൻ്ററാക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ അവിടെ ഞങ്ങളുടെ ഷൂട്ടെന്ന് പറഞ്ഞാൽ വി സ്റ്റാർട്ട് ദ ഷൂട്ട് അറ്റ് 12 in the night. രാവിലെ 6 മണിക്ക് തീരും. 12 o'clock രൺവിജയാണ് ഹോസ്റ്റ് ചെയ്തിരുന്നത്. രൺവിജയ് കാറിൽ 3 പെൺകുട്ടികളെ അവിടെ കൊണ്ടുവിടും. ഇത് 3 മോഡൽസ് ആയിരിക്കും. ഈ 3 മോഡൽസിനെ അവരെ കൊണ്ടുവിടും. അവർക്ക് ആ ഫുൾ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യണം. രൺവിജയ് അടുത്ത ദിവസം രാവിലെയാണ് അവരെ പിക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരും. ഇതാണ് കോൺസെപ്റ്റ്, ഷോയുടെ കോൺസെപ്റ്റ്. ഇതിനകത്ത് ഇവർക്ക് അവിടെ നടക്കുന്ന പാരനോർമൽ ആക്ടിവിറ്റിയൊക്കെ അവരുടെ ഡിവൈസസ് ഒക്കെ വെച്ച് റെക്കോർഡ് ചെയ്യണം, ക്യാപ്ചർ ചെയ്യണം, അങ്ങനെയുള്ള സംഭവം. അങ്ങനെയാണ് ഷോയുടെ കൺസ്ട്രക്ട്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ MTVയുടെ പാരാമീറ്റേഴ്സ് ഉണ്ട്, കാസ്റ്റിംഗ് പാരാമീറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ആ പാരാമീറ്റേഴ്സ് വെച്ചാൽ അവർക്ക് എപ്പോഴും ദേ വാണ്ടഡ് 1 believer, 1 non-believer and 1 neutral person. ആ ഒരു റിയാലിറ്റി TVയുടെ ആ ഒരു കെമിസ്ട്രിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ബിലീവർ ആൻഡ് നോൺ ബിലീവർ ആയിരിക്കും. കാരണം റിയാലിറ്റി ഷോയിൽ ഏറ്റവും കൂടുതൽ ക്ലാഷ് വരുന്ന ക്യാരക്ടേഴ്സ് ഇവരുണ്ട്, ഒപ്പോസിങ് വ്യൂ പോയിൻറ്റ്സ് ആയിരിക്കുമല്ലോ ഇവർക്ക് എപ്പോഴും. ന്യൂട്രലായിട്ട് വരുന്ന ആൾക്കാരെ പലപ്പോഴും ഞങ്ങൾ എന്താ പറയുക അധികം ശ്രദ്ധ കൊടുക്കാറില്ലായിരുന്നു ആ സമയത്ത്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി, 3 പെൺകുട്ടികൾ വന്നു. ഇയാൾ രൺവിജയ് കൊണ്ട് ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് രാവിലെ 6 മണിക്ക് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ ഹി വെൻറ്റ്. അപ്പോൾ ഈ പെൺകുട്ടികൾക്ക് ടാസ്ക് ഉണ്ട്. ഇവർ 3 ഡിഫറെൻറ്റ് സ്പേസസിൽ പോകണം, ഫുൾ നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ ഇവർക്ക് മാപ്പ് അല്ല, ഒരുമിച്ചാണ് എൻ്റർ ചെയ്യുന്നത്. പിന്നെ അവർ സ്പ്ലിറ്റ് ചെയ്യും. 3 സ്പ്ലിറ്റ് ചെയ്ത് പോകുമ്പോഴത്തേക്ക് 3 കോർണറിലോട്ടാണ് വിടുന്നത്. അപ്പോൾ ഈ സ്പേസ് എന്ന് പറഞ്ഞാൽ കുൽധാര എന്ന് പറഞ്ഞാൽ വളരെ ഒരു ഹ്യൂജ് സ്പേസാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഈ സൗണ്ടിൻ്റെയൊക്കെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ ജനറേറ്ററും സാധനങ്ങളുള്ള PCR എല്ലാം ഒത്തിരി ദൂരെയാണ് പാർക്ക് ചെയ്തിരുന്നത്. അതുപോലെ ട്രാഫിക് കൺട്രോൾ ചെയ്യാനായിട്ട് വരുന്ന വണ്ടികളും സാധനങ്ങളും അതിലും ദൂരെയാണ് പാർക്ക് ചെയ്തിരുന്നത്. കാരണം എപ്പോഴും ഒച്ചപ്പാടും ബഹളമൊക്കെ നടക്കുന്ന സ്പേസാണത്. അങ്ങനെ ഈ പെൺകുട്ടികളെ അവിടെ വിട്ടു. അതിനകത്ത് ഈ ഷിക്ക എന്ന് പറഞ്ഞ പേരുള്ള പെൺകുട്ടിയാണ്. അതല്ല അവളുടെ പേര്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ ഫോർ നെയിം സേക്ക് ലെറ്റ്സ് കോൾ ഷിക്ക. അപ്പോൾ ഷിക്ക എന്നൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. സോ ഇവൾക്കാണ് ഞങ്ങൾ ഏറ്റവും ഈസിയസ്റ്റ് ടാസ്ക് കൊടുത്തത്. മാപ്പ് നോക്കുക, ഒരു കുറച്ച് മുന്നോട്ട് നടക്കുക, അവിടെ റൈറ്റിൽ കാണുന്നൊരു വീട്ടിൽ കയറുക, വീട് പോലത്തെ സ്ട്രക്ചറിൽ കയറുക, അവിടെ ഇരിക്കുക, അവിടെ നിന്ന് റെക്കോർഡ് ന്യൂട്രൽ. അപ്പോൾ അവൾക്കാണ് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടുള്ളത്. മറ്റവർക്ക് രണ്ടുപേർക്ക് കുറേ കൂടെ അങ്ങ് നടന്ന് പോയി കണ്ടുപിടിച്ച് കുറേ കൂടെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മറ്റവരെ ഫോളോ ചെയ്യുമായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാം ക്യാമറാസ്, ഏകദേശം 27 ക്യാമറാസ് വി ഹാഡ് ഡിപ്ലോയ്ഡ് അറ്റ് ദാറ്റ് പോയിന്റ്. അനലോഗ് ക്യാമറ പ്ലസ് ഡിജിറ്റൽ ക്യാമറാസ്.
അപ്പോൾ ഈ അനലോഗ് ക്യാമറാസെല്ലാം ടേപ്സിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക, ഡിജിറ്റൽ ക്യാമറ ചിപ്പിലാണ് റൺ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു ദിവസം അന്ന് നൈറ്റ് ഇതെല്ലാം ടാസ്കെല്ലാം ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്ന് രൺവിജയൻ്റെ അടുത്ത് ബ്രോ വേർ ഇസ് ഷിക്ക, ഐ കാൻ ഫൈൻഡ് എന്ന് പറഞ്ഞു. കാരണം വി ക്യാൻ സീ ദ ഫീഡ്. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഷിക്ക വി കാൻ ഫൈൻഡ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പോയി, കാരണം ഏറ്റവും ഈസിയസ്റ്റ് ആണ്, ഇവിടെ നിന്ന് അങ്ങോട്ട് റൈറ്റ് തിരിഞ്ഞാൽ വിട്ടിരുന്നാൽ മതി, അത്രയേ ഉള്ളൂ, മാപ്പിൽ അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഇവിടെ പോയി അപ്പോൾ ഞങ്ങൾ എല്ലാ ക്യാമറാസും സ്കാൻ ചെയ്തു, ഫുട്ടേജ് റിവൈൻഡ് ചെയ്തു നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് കാണാൻ വേണ്ടി ഈ വീട്ടിൽ കയറിയില്ല, നേരെ വേറൊരു ഡയറക്ഷനിൽ നടക്കുന്നൊരു ഷോട്ട് കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഷീ ഈസ് വെൻറ്റ് അഹെഡ്. അപ്പോൾ ഇനി ഇവിടെ കണ്ടുപിടിക്കണം, അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അപ്പോൾ ഞാനും രൺവിജയും ഞങ്ങൾ പതുക്കെ PCR നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഈ നമ്മുടെ കള്ളന്മാർ പാത്തു പോകുന്നത് പോലെ നമ്മളിങ്ങനെ വീടുകളുടെ കവറിൽ പോയി. കാരണം ഞങ്ങൾ പോകുന്നത് ഇനി മറ്റ് 2 പെൺകുട്ടികളുണ്ട്, അത് അതിലും വലിയ കൺഫ്യൂഷനാണ്. അപ്പോൾ അത് അവരെ പഠിപ്പിക്കണമെന്ന് വെച്ചിട്ട് നമ്മളിങ്ങനെ പോകുമായിരുന്നു. അറ്റ് വൺ പോയിന്റ് എത്തിയപ്പോഴത്തേക്ക് കുറച്ച് ദൂരെ ഒരു എന്താ പറയുക ഒരു ബ്ലാക്ക് ക്ലോത്ത് ഇട്ടിട്ട് എൻ്റെ ഒരു AD ഉണ്ടായിരുന്നു. അപ്പം ഇവൻ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യാൻ വരുന്നത്, അവൻ്റെ ഫസ്റ്റ് പ്രോജക്റ്റുമാണ്. അപ്പോൾ ഇവൻ്റെ അടുത്ത് ഞങ്ങളിങ്ങനെ ഇവൻ അന്ന് രാവിലെ വന്ന് എൻ്റെ അടുത്ത് ഒന്ന് ചോദിച്ചായിരുന്നു, ഞങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് സർ ഞാൻ അവിടെ എക്സിറ്റ് ഗാർഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ അന്ന് ചെയ്തു എന്ന് പറഞ്ഞു. കാരണം എക്സിറ്റ് ഗാർഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ അതിനുശേഷം കുറച്ച് ചെറിയൊരു പുഴയൊക്കെ ഉണ്ട്, അങ്ങോട്ടൊന്നും ആരും പോകാതിരിക്കാൻ വേണ്ടി ഏറ്റവും ട്രസ്റ്റ് വർത്തി ആൾക്കാരെ ഞാനവിടെ നിർത്തത്തുള്ളൂ. അപ്പോൾ ഈ പുള്ളി ചെയ്യുമായിരുന്നു. പുള്ളി ഒരു walkie talkie കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മൊബൈൽ ഫോൺ വിത്ത് മറ്റേ ഇയർ പീസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോയപ്പോഴത്തേക്ക് ഒരു കറുത്ത രൂപ അവിടെ നിൽക്കുന്നു. അപ്പോൾ രൺവിജയ് പെട്ടെന്ന് ചോദിച്ചു ബ്രോ വാട്ട് ഇസ് ദ ബ്ലാക്ക് ഫിഗർ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു ബ്ലാക്ക് ക്ലോത്ത് ഒക്കെ ഇട്ടിട്ട് ഇവനിങ്ങനെ നിൽക്കുകയാണ്. അത് ഇവനാണ്, ഇവൻ മറ്റേ അവനെ നമ്മുടെ പയ്യനാണെന്ന് പറഞ്ഞു. അവിടെ പോയി ഞാനിങ്ങനെ ക്ലോത്തൊക്കെ എടുത്ത് മാറ്റി, ക്ലോത്ത് മീൻസ് ലൈക്ക് ഇങ്ങനെ ഫുള്ളായിട്ട് കൂടി ഇങ്ങനെ എടുത്ത് മാറ്റി അവനിങ്ങനെ സ്റ്റില്ലായിട്ട് നിൽക്കുക. തറയിൽ നോക്കിയപ്പോൾ അവിടെ അവൻ്റെ ഫോണും ഇയർഫോണിലും അവിടെ കിടപ്പുണ്ട്, അവൻ്റെ മറ്റേ walkie talkie വേറൊരു സൈഡിൽ കിടപ്പുണ്ട്, ഈ മണലിൻ്റെ മുകളിൽ. അപ്പോൾ രൺവിജയ് പെട്ടെന്ന് ഫ്ലാസ്കിൽ നിന്ന് വെള്ളം എടുത്ത് അവൻ്റെ ഫേസിലോട്ട് സ്പ്ലാഷ് ചെയ്തിട്ട്, അപ്പോൾ ഞാനവനിങ്ങനെ കുലുക്കി വിളിച്ചിട്ട് ഇവൻ്റെ അടുത്ത് ചോദിച്ചു ബ്രോ വാട്ട് ഹാപ്പൻ മാൻ. അപ്പോൾ ഇവങ്ങനെ ഞങ്ങളിങ്ങനെ കണ്ണൂരിച്ചിങ്ങനെ നോക്കിയിട്ട് താഴെ നോക്കി ലെഫ്റ്റിൽ നോക്കുന്നു. അതിനുശേഷം പുള്ളി പറഞ്ഞു ഹൂ സ്റ്റോപ്പ് ദ മ്യൂസിക്, വേർ ഹാവ് ദ ഡാൻസേഴ്സ് ഗോൺ. അപ്പം എനിക്ക് മനസ്സിലായി ഇവൻ എന്തോ സീനാണെന്ന് മനസ്സിലായി. ഞാൻ അപ്പം തന്നെ രൺവിജയ് ഇമ്മീഡിയറ്റ്ലി കോൺടാക്റ്റഡ് ദ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് ത്രൂ ഹിസ് walkie talkie. അപ്പോൾ ഈ ഷൂട്ടിൽ രൺവിജയുടെ വാക്കിക്ക് മാത്രമേ എല്ലാ ചാനൽസും ആക്സസ് ഞങ്ങൾ കൊടുക്കാറുള്ളൂ. ബിക്കോസ് ഇല്ലെങ്കിൽ ശല്യമാണ്, ഭയങ്കര ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് കമ്മ്യൂണിക്കേഷൻ കാരണം. അപ്പോൾ ഇവനിങ്ങനെ ട്രാൻസ്പോർട്ട് ചാനലിൽ പോയപ്പോഴത്തേക്ക് പെട്ടെന്ന് ട്രാൻസ്പോർട്ട് കോർഡിനേറ്റർ ആരോ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചാനലിൽ. അപ്പോൾ പെട്ടെന്ന് അവൻ സ്റ്റോപ്പ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് അവിടെ ഈ പെൺകുട്ടി ഷിക്ക എന്ന് പറഞ്ഞ പെൺകുട്ടി അവിടെ എത്തിക്കഴിഞ്ഞു. അതായത് ഇങ്ങോട്ട് പോകേണ്ട പെൺകുട്ടി എത്തിയിരിക്കുന്നത് ആ ഭാഗത്താണ് എത്തിയിരിക്കുന്നത്. അതും ഒരു 3-4 കിലോമീറ്റേഴ്സ് നടന്നിട്ടാണ് എത്തിയിരിക്കുന്നത് അവിടെ. അതും ഇത്രയും ഒരു ലോങ് നൈറ്റ്, ഒരു 2-3 hours എടുത്തിട്ടാണ് അവിടെ എത്താനായിട്ട്. അപ്പോൾ അയാൾ വിളിച്ച് പറയുന്നത് സാർ ആ പെൺകുട്ടി ഇവിടെ വന്നിട്ടുണ്ട്, എങ്ങോട്ടേക്കാണ് ആ പെൺകുട്ടിയെ ഞങ്ങൾ കൊണ്ടുവരേണ്ടതെന്ന്. ഇവർ വിചാരിച്ചു എന്താ പറയുക ഈ പെൺകുട്ടി ടാസ്ക് ചെയ്ത് അവിടെ പോയതായിരിക്കും. അപ്പോൾ അവർ നമ്മൾ ഇൻഫോം ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പെൺകുട്ടി അവിടെ എത്തിയെന്നുള്ളത്. അങ്ങനെ ഉടനെ ഞാൻ പറഞ്ഞു ഇതുപോലെ ഒരു വണ്ടി വിടുക, ഇവനെ കൊണ്ടുപോവുക, ഇവനെ വന്ന് ഇമ്മീഡിയറ്റ്ലി കൊണ്ടുപോയി ഡോക്ടറും ആംബുലൻസൊക്കെ ഉണ്ടായത് അവനെ ചെക്ക് ചെയ്യാനും സംഭവങ്ങളൊക്കെ ആയിട്ട്. അതിനുശേഷം ഞാനും രണ്ടുപേരും തിരിച്ചു പോയിട്ട് അന്ന് ഷോ ക്യാൻസൽ ചെയ്തു ഞങ്ങൾ. അപ്പോൾ ഈ പെൺകുട്ടി തിരിച്ചു വന്നു. രാവിലെ വെളുപ്പാങ്കല ചായക്ക് കുടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ഇവളെടുത്ത് ഞാനിങ്ങനെ വെറുതെ തമാശയ്ക്ക് ചോദിച്ചു നീ എന്തിനാ അങ്ങനെ പോയത്, നിന്റെ മാപ്പിൽ ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ പറഞ്ഞു വാട്ട് ആർ യു ടെല്ലിങ് സർ. രൺവിജയ് വാസ് ടെല്ലിങ് മീ കീപ് ഗോയിങ് സ്ട്രേറ്റ്, ടേക്ക് റൈറ്റ്, ടേക്ക് ലെഫ്റ്റ്, കീപ് ഗോയിങ് സ്ട്രേറ്റ് ഇങ്ങനെ പറഞ്ഞിരുന്നു. ബട്ട് എനിക്കറിയാൻ രൺവിജയ് അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. ബിക്കോസ് ഐ വാസ് വിത്ത് ഹിം റൈറ്റ് ദെയർ ഇൻ ദ PCR. ഞങ്ങൾ രണ്ടും ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത് അതിനകത്ത്. കുട്ടിയെ പേടിപ്പിക്കുന്നത് ഞാനൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഇത് നമ്മുടെ കൂടെ പാരനോമൽ ഇൻവെസ്റ്റിഗേറ്റർ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഗൗരവ് തിവാരി എന്ന് പറഞ്ഞൊരു ആളായിരുന്നു ഉണ്ടായിരുന്നത്. ഗൗരവ് ഇന്ത്യയുടെ വൺ ഓഫ് ദ ഫോർമോസ്റ്റ് പാരനോമൽ ഇൻവെസ്റ്റിഗേറ്ററാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഹി പാസ്ഡ് അവേ. അപ്പോൾ ഈ സംഭവം ഗൗരവ് കേട്ടപ്പോൾ ചോദിച്ചു ഗൈസ് വാട്ട് ഹാപ്പൻ എന്ന്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനമാണ്. അപ്പോൾ ഇവളിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓക്കെ ഐ ഹാവ് ടു ഇൻവെസ്റ്റിഗേറ്റ്. പുള്ളിയുടെ ഡിവൈസസ് ഒക്കെ ആയിട്ട് പുള്ളി അങ്ങോട്ട് പോയി. സൈഡിൽ ക്രൂ പാക്കപ്പ് ഒക്കെ ആണ്, ക്രൂവും പോകുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഗൗരവ് വന്നിട്ട് പുള്ളിയുടെ ലാപ്ടോപ്പിൽ അവരുടെ ഒരു എക്സ്ട്രാ സെൻസിറ്റീവ് മൈക്രോഫോൺ അവർ യൂസ് ചെയ്തത്, പേരെനിക്ക് ഓർമ്മയില്ല, മറന്നുപോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡാറ്റ ലാപ്ടോപ്പിൽ ആ സമയത്ത് എനിക്ക് തോന്നുന്നു ഈ ഷോ സ്പോൺസർ ചെയ്യാൻ വൺ ഓഫ് ദ ലാപ്ടോപ്പ് കമ്പനീസ് വാസ് ദെയർ. അപ്പോൾ അവരുടെ ബ്രാൻഡൊക്കെ കാണിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ലാപ്ടോപ്പ് വന്നിട്ടുണ്ടായിരുന്നു വിൻഡോസിൻ്റെ, അതെനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇവൻ കണക്ട് ചെയ്തു, അവരുടെ സോഫ്റ്റ്വെയറിൽ ഇത് ലോഡ് ചെയ്തു. എന്നിട്ട് ഇങ്ങനെ ഒരു നോയ്സ് പ്ലേ ബാക്ക് ചെയ്യുകയാണ് അവരുടെ മറ്റേ ഓഡിയോ അനലൈസറിൽ. അപ്പോൾ നമുക്ക് ഈ വേവ് ഫോംസ് കാണാം. അവന്മാർ പറഞ്ഞു ഇത് കേട്ടു നോക്കി, ഇത് കേട്ടു. ഒരു സ്ഥലത്ത് വരുമ്പോൾ വേവ് ഫോം ഇങ്ങനെ പൊങ്ങി നിൽക്കുവാണ്. അപ്പം ഞാനിമാർ എപ്പോഴും കളിയാം അത് നീ എന്നിട്ട് മറ്റേ സാധനത്തിനകത്ത് ഊതിയിട്ടൊക്കെ കൊണ്ടുവരുന്ന സാധനം വെറുതെ ഞാനിമാർ കളിയാക്കാറുണ്ടായിരുന്നു. അപ്പോൾ നോ ബ്രോ വി ഡോണ്ട് ഡു എനി ഓഫ് ദോസ് തിങ്സ് എന്നൊക്കെ പറയുന്നത് അവനും പറഞ്ഞു ഇത് ശ്രദ്ധിച്ച് കേട്ട് വെക്കാൻ പറയും. ശ്രദ്ധിച്ച് കേട്ടുന്നത് ഒരു സ്റ്റാറ്റിക് നോയ്സാണ്, എന്തോ ഒരു ചെറിയ ഒരു സാധനം അതിനകത്ത് കിടപ്പുണ്ട്. അപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ സ്ലോ ഡൗൺ ചെയ്ത് കേൾപ്പിക്കാൻ പറഞ്ഞു. സ്ലോ ഡൗൺ ചെയ്ത് കേൾപ്പിച്ചു.
സ്ലോ ഡൗൺ ചെയ്ത് കേൾപ്പിച്ചിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് പിക്ക് ചെയ്തില്ല. അപ്പോൾ അമ്മമാർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നു. ഇത് പറയുന്നത് മേ ഓറത്ത് ഹൂം, മേ ഓറത്ത് ഹൂം, അതായത് ഞാനൊരു സ്ത്രീയാണ്, ഇങ്ങനെ ലൂപ്പിൽ ആരോ പറയുന്നൊരു സംഭവം ഈ സ്റ്റാറ്റിക്കിൽ കേട്ടു. ഞാൻ ശരിക്കും കേട്ടത് അത്. അതിനുശേഷം ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ്, എല്ലാവരും ക്ഷീണിച്ച് ടയർഡാണ്, അപ്പോൾ നമുക്ക് തിരിച്ച് ഹോട്ടലിൽ പോകാം, നമുക്ക് വൈകുന്നേരം നോക്കാമെന്നാണ്, ഡീറ്റെയിൽ ആയിട്ട് നോക്കാമെന്ന്. നിങ്ങൾ പോയി അടുത്ത ദിവസം രാവിലെ അല്ല ഉച്ചയ്ക്ക് ഉറക്കമൊക്കെ എണീറ്റ് ഇപ്പോൾ എൻ്റെ DOP വന്നിട്ട് ചോദിച്ചു, നിങ്ങൾ എന്താ ഭയങ്കര ഡിസ്കഷൻ വെളുപ്പം കാലത്ത് അവിടെ നടന്നത്? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, അപ്പോൾ ലെറ്റ്സ് സീ ദാറ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ സാധനമൊക്കെ വന്നു. അപ്പം പുള്ളിയുടെ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തു. ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്ക് പുള്ളി വന്നപ്പോൾ തന്നെ ഇത്തിരി പരിങ്ങിയാണ് വന്നത്. അപ്പോൾ എന്താണെന്ന് പറഞ്ഞു ബ്രോ ലാപ്ടോപ്പ് ബൂട്ടാവുന്നില്ല. അത് ഒരു ബ്രാൻഡ് ന്യൂ ലാപ്ടോപ്പായിരുന്നു, മറ്റേ വിൻഡോസിന് ബ്ലൂ സ്ക്രീൻ വന്ന് നിൽക്കുകയാണ്. ഇറ്റ് വാസ് നോട്ട് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങളുടെ ചിപ്പ് മറ്റേ സാധനത്തിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ വി ഡിലീറ്റഡ് ഇറ്റ് ആഫ്റ്റർ ക്യാപ്ചറിങ് ഇറ്റ് ഇൻ ദ സ്പേസിലായിരുന്നു. ആ സമയത്ത് MBs ഒക്കെ ആയിരുന്നു ആ സമയത്ത് സ്പേസ് കപ്പാസിറ്റി. സോ അവിടെ വെച്ച് അത് തന്നു. അതേസമയം അപ്പം DOPക്ക് കുറച്ചും കൂടെ എക്സൈറ്റ്മെൻറ്റ്. അപ്പോൾ നമുക്ക് ഫുട്ടേജസ് എല്ലാം സ്കാൻ ചെയ്യാൻ നോക്കണം. അപ്പോൾ ഫുട്ടേജസ് സ്കാൻ ചെയ്യാൻ നോക്കിയപ്പോഴത്തേക്ക് ഒരു പർട്ടിക്കുലർ പോയിന്റിൽ ഞങ്ങൾ ഉപയോഗിച്ച് 27 ക്യാമറാസാണ്. അതിനകത്ത് 6 or 7 ക്യാമറ, എനിക്ക് എക്സാക്ട്ലി ഓർമ്മയില്ല, ബട്ട് ഇത് സിംഗിൾ ഡിജിറ്റ് അനലോഗ് ക്യാമറാസാണ്. ബാക്കി എല്ലാം ഡിജിറ്റൽ ക്യാമറാസാണ്. ഈ പെൺകുട്ടി പോയ ഭാഗത്ത്, ഈ പെൺകുട്ടി ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒരു ഗ്ലിച്ച് വന്നിട്ട് ക്യാമറ സ്റ്റോപ്പ് ആവുന്നുണ്ട്. അതിനുശേഷം ആ ഭാഗത്തിൽ ഒരു ക്യാമറയും വർക്ക് ചെയ്തിട്ടില്ല. ബട്ട് മറ്റു പെൺകുട്ടികൾ പറയുന്ന സ്ഥലത്ത് ക്യാമറാസ് എല്ലാം ഫങ്ഷനിങ് ആണ്, പ്രശ്നമില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഒരു അനലോഗ് ക്യാമറ ദൂരെ നിന്നൊരു പാൻറ്റൽ ക്യാമറ വഴി ഞങ്ങൾക്ക് കാണാൻ പറ്റും. ഇവളിങ്ങനെ നടന്നു പോകുന്ന ഒരു ഷാഡോ പോലുള്ള ഷോട്ട് കിട്ടിയിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്, അത്രേ കാണാൻ പറ്റിയിട്ടുള്ളൂ. അതിന് ഈ സാർ ഇനി പാരനോമൽ ആക്ടിവിറ്റി ഉണ്ട് സൈഡ് വന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ക്രേസി എക്സ്പീരിയൻസസ് ആണ് ആ ഹൊറർ റിയാലിറ്റി ഷോയിൽ കിട്ടിയത്. ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അത് ഈ ക്രേസി ഞാൻ ഇതിനകത്ത് ബിലീവ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. കാരണം ടാഞ്ചിബിൾ എവിഡൻസ് നമ്മുടെ മുന്നിലില്ല. പ്രേതം വന്ന് മുന്നിൽ നിന്നാലേ നമുക്ക് പ്രേതമുണ്ടെന്ന് പറയാം. ബട്ട് ഇങ്ങനെയുള്ള ചെറിയ സാധനങ്ങൾ ആ പെൺകുട്ടി പോയത് ഇനി അവൾ ശരിക്കും രൺവിജയുടെ വോയിസ് കേട്ടതായിട്ട് ഹാലൂസിനേറ്റ് ചെയ്തതാണോ ഐ ഡോണ്ട് നോ. ഡിഡ് ഷി റിയലി ഹിയർ സംതിങ്? ഐ ഡോണ്ട് നോ. ഐ ഹാവ് നോ എക്സ്പ്ലനേഷൻ ടു ദാറ്റ്. ഇത് എന്നിട്ട് എത്ര എപ്പിസോഡ് പോയായിരുന്നു? 13 episodes. 2-3 എപ്പിസോഡ് വർക്കായില്ല. അത് കാരണം പിന്നെ അതിനുശേഷം നമ്മൾ ഇത് സ്റ്റേജ് ചെയ്യാനുണ്ടായത്. അതായത് നമ്മളൊരു ഹോണ്ടഡ് ബംഗ്ലാവ് പോലൊരു ബംഗ്ലാവ് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ ലൈവ് വിഷ്വൽ എഫക്ട്സ് വെച്ചിട്ട് യൂസ് ടു ഷൂട്ട് ഇറ്റ്. കാരണം ആ സീക്രട്ട് ഇനി പറയാം, കാരണം പണ്ട് 10-12 കൊല്ലം കഴിഞ്ഞു. അതിൽ നിന്നായിരുന്നു ഇതിലോട്ടും റിയാലിറ്റി ഷോ എന്നുള്ളത് വന്നത്. ആ ഒരു ഐഡിയ ആണ് ഇതിനകത്ത് റിയാലിറ്റി ഷോയിലോട്ട് അഡാപ്റ്റ് ചെയ്തത്. ഒരു ടെലിവിഷൻ ചാനൽ PCRൽ ഇരുന്നിട്ട് ലൈവ് വിഷ്വൽ എഫക്ട്സ് ഒക്കെ ഉപയോഗിച്ചിട്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ആ ഭാഗങ്ങളിലെ വിഷ്വൽ എഫക്ട്സ് വളരെ എന്താ പറയുക റിയലിസം ഇല്ലാതെ ചെയ്തതിൻ്റെ കാരണമൊക്കെ അതുകൊണ്ടാണ്. കാരണം TV ചാനലൊക്കെ ചെയ്യുന്ന VFX അത്രയ്ക്കത്രേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ സിനിമയിൽ തന്നെ കാണിക്കുന്നുണ്ട്, ആദ്യം ഈ ക്രൂ തന്നെ ഫേക്ക് ചെയ്ത് പേടിപ്പിക്കുന്നുണ്ട്. ഞാൻ ചെയ്ത സംഭവങ്ങളാണ് അവിടെ ചെയ്തിട്ടുണ്ട്, റിയാലിറ്റി ഷോയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞത് സ്ക്രിപ്റ്റഡ് ആണ്. അത് സ്ക്രിപ്റ്റഡ് ആണ്. ആ ഷോ, ആ റിയാലിറ്റി ഷോ ആദ്യത്തെ ഞാൻ പറയാം 2-3 ലൊക്കേഷൻസ് പോയി. അവിടെ ആകെ പ്രശ്നം പറ്റി നമുക്ക്. രാജസ്ഥാനിൽ പ്രശ്നം പറ്റി, കുലു മനാലിയിൽ ഒരു ബംഗ്ലാവിൽ ഇപ്പോൾ അവിടെ പ്രശ്നം പറ്റി. അപ്പം ഐ ഹാഡ് ടു ദെൻ 3ാമതൊരു സ്ഥലത്ത് പോയി അവിടെയും പ്രശ്നം ഉണ്ടായിരുന്നു. അതൊക്കെ ലോങ് സ്റ്റോറീസാണ്. അതൊക്കെ ഒരു രാത്രി മുഴുവൻ എന്ന് പറയാവുന്ന കഥകളാണ് അതൊക്കെ. ബട്ട് ഇൻസിഡൻസ് ഉണ്ടായി. അതിനുശേഷം ദെൻ ഐ ഹാഡ് ടു കം ബാക്ക് ടു ബോംബെ. ഞാൻ ഷൂട്ട് പകുതിക്ക് വെച്ച് നിർത്തിയിട്ട് ക്രൂവിന് ബ്രേക്ക് കൊടുത്തിട്ട് ഐ കെയിം ടു ബോംബെ. ഐ വെൻറ്റ് ടു MTV ബിക്കോസ് ഐ ലെഫ്റ്റ് MTV അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ ഐ ഹാഡ് ഫുൾ ഫ്രീഡം ദെയർ. സോ ഞാൻ അവിടെ പോയി ഐ മേഡ് ദം അണ്ടർസ്റ്റാൻഡ് ലുക്ക് ഗൈസ് ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഇനി ആൾക്കാരുടെ മൈൻഡ് സൈക്കപ്പ് ചെയ്യുന്നിട്ട് ഇതൊക്കെ ഉണ്ടാവും. ഞാൻ അതോ യഥാർത്ഥത്തിൽ അവിടെ എന്തെങ്കിലും ഗോസ്ലി പ്രസൻസ് ഉണ്ടോ, എനർജീസ് ഉണ്ടോ, ഐ ഡോണ്ട് നോ. ബട്ട് പാരനോമൽ ഇൻവെസ്റ്റിഗേറ്റർ ഗൗരവ് തിവാരി ഞങ്ങളോടുള്ള പുള്ളി വളരെ സോളിഡായിട്ട് പറഞ്ഞു ആ സ്ഥലത്ത് റെസിഡ്യൂൽ എനർജി ഉണ്ട്, ഇവിടെ ഒരു ടെറിട്ടോറിയൽ സ്പിരിറ്റിൻ്റെ പ്രസൻസ് ഉണ്ട്, ഇവിടെ ഇങ്ങനൊരു പ്രസൻസ് ഉണ്ട്. ഇങ്ങനെ പുള്ളി വളരെ ക്ലിയർ കട്ടായിട്ട് പറയുന്നുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഹി യൂസ് ടു ഷോ EMF മീറ്റർ വെച്ചിട്ട് ഒരു സോളിറ്ററി രാജസ്ഥാനിൽ ബിക്കാനിൽ ഒരു സോളിറ്ററി കൺഫൈൻമെൻ്റ് ഉള്ള ഒരു ജയിലിൽ പോയായിരുന്നു റെക്കിക്ക് വേണ്ടി പോയ സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി പറഞ്ഞു ആ മൂലയിലുള്ള ആ ഒരു സോളിറ്ററി കൺഫൈൻഡ് ഉള്ള ഒരു ജയിലുണ്ട്. ഇത് ഒരു അബാൻഡൻ ജയിലാണ്, രാജാക്കന്മാരുടെ കാലത്തൊക്കെ ചെയ്തൊരു ജയിൽ. ഇപ്പോൾ അത് ഇപ്പോഴും ആ കൺസ്ട്രക്ഷൻ അവിടെ നിൽപ്പുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ബട്ട് അവിടെ ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ലൊക്കേഷൻ നോക്കാൻ പോയിരുന്നു. അപ്പം EMF മീറ്റർ വെച്ചൊരു സ്ഥലത്തോട്ട് പോയിട്ട് അപ്പം പുള്ളി പറഞ്ഞു ഇവിടെ പ്രശ്നമുണ്ട് ബ്രോ, ക്യാൻ യു സീ ദ മീറ്റർ മൂവിങ്. അപ്പോൾ ഐ യൂസ് ടു മേക്ക് ഫൺ ഓഫ് ഐ സാർ അതിപ്പോൾ അപ്പുറത്തെ ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിലും ആ വേവ് ലെങ്ത് പിടിച്ചിട്ട് ഈ സാധനം മൂവ് ചെയ്യും. അപ്പോൾ നോ ദർ ഇസ് നത്തിങ് അറൗണ്ട്. അപ്പോൾ ഹി ഷോഡ് മീ ലിറ്ററലി എൻ്റെ കയ്യിൽ പുള്ളി എന്നിട്ട് പറഞ്ഞു ഓക്കെ ഇവിടെ മീറ്റർ മൂവ് ചെയ്യുന്നില്ലല്ലോ, അവിടെ നോക്കാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായിട്ട് രചന എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയും ഭയങ്കര ഗോസ്റ്റ്ലി സാധനങ്ങളൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ രചന എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോയി, ഞാൻ എൻ്റെ കയ്യിൽ വെച്ച് നോക്കി ആ പർട്ടിക്കുലർ റൂമിൽ കയറുമ്പോൾ നീഡിൽ മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് വെളിയിൽ ഇറ്റ്സ് ഓക്കെ, ഈസ് ദർ എനി എക്സ്പ്ലനേഷൻ ഫോർ ദാറ്റ്? ഐ ഡോണ്ട് നോ. അവൻ ചെയ്യുമ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നീ ഫേക്ക് ചെയ്യുന്നതാണെന്ന് ഞാൻ വെറുതെ പറയുകയാണ് തമാശയ്ക്ക്. അപ്പോൾ തന്നെ യു ഡു ഇറ്റ് യുവർ സെൽഫ് ആൻഡ് സീ. ഇപ്പൊ ശരിക്കും ബിലീവ് ചെയ്യുന്നുണ്ടോ ഇതില്? ഇല്ല, ഞാൻ ബിലീവ്, ബട്ട് എനർജീസ് ഉണ്ട്.
നമ്മുടെ ചുറ്റും. ഗുഡ് എനർജീസ്, ബാഡ് എനർജീസ്, കോസ്മിക് എനർജീസ്, ഇങ്ങനെ എനർജീസ് നമ്മുടെ ചുറ്റുമുണ്ട്. ഇപ്പോൾ നമ്മൾ പറയില്ല, നമ്മുടെ ഒരു ഇപ്പോൾ എൻ്റെ ഡോഗ് മരിച്ചതിന് ശേഷം ചില സമയത്തൊക്കെ ചില സിറ്റുവേഷനിലൊക്കെ എനിക്ക് ആ ഒരു ലൈഫിൻ്റെ പ്രസൻസ് ചില സമയത്ത് ഫീൽ ചെയ്യാറുണ്ട്. അത് ഇറ്റ് കുഡ് ബി ദാറ്റ് എനർജി ട്രൈങ് ടു ടോക്ക് ടു മീ ഫോർ സംതിങ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയില്ല, ആരെങ്കിലും നമ്മുടെ ഫാമിലിയിൽ മരിച്ചു കഴിഞ്ഞാൽ, സംബഡി വാസ് വെരി ക്ലോസ് ടു യു മരിച്ചു കഴിഞ്ഞാൽ ചില സമയത്ത് നമുക്ക് അവരുടെ ആ ഒരു കണക്റ്റ് കിട്ടുമല്ലോ. ഐ തിങ്ക് ദാറ്റ് ഈസ് ദോസ് എനർജീസ് ട്രൈങ് ടു ടോക്ക് ടു അസ്. ഈ MTV നിന്നപ്പോഴേ ഈ ഫിലിം മേക്കിംഗ് ആയിരുന്നോ മനസ്സിലുണ്ടായിരുന്നത്? MTV നിന്നപ്പോൾ ഫിലിം മേക്കിംഗ് അങ്ങനെ ഞാൻ എഴുതുമായിരുന്നു, കഥകൾ എഴുതുമായിരുന്നു, ഷോർട്ട് ഫിലിംസ് ചെയ്യുമായിരുന്നു, ഒത്തിരി ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട്, പുറത്ത് ഒത്തിരി ഫെസ്റ്റിവൽസിനൊക്കെ പോയിട്ടുണ്ട്. ബട്ട് MTV നിന്നപ്പോൾ ഞാൻ MTV ബക്ര എന്ന ഷോയിലാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. അതിൻ്റെ ഐ ലെഫ്റ്റ് ആസ് എ ക്രിയേറ്റീവ് ഡയറക്ടർ ഓൺ ദാറ്റ് ഷോ വെൻ ഐ ലെഫ്റ്റ് MTV. ഞാൻ ഇൻറ്റേണായിട്ട് ജോയിൻ ചെയ്തതും ആ ഷോയിൽ തന്നെയാണ്. പിന്നെ ഐ വെൻറ്റ് ഓൺ ടു ഡയറക്ട് ദാറ്റ് ഷോ. സൈറസ് ബ്രോച്ചോ ആയിട്ടുള്ള ലോങ് അസോസിയേഷൻ, MTV ആയിട്ടുള്ള ലോങ് അസോസിയേഷൻ. ആ സമയത്തെല്ലാം ഈ ബക്ര എന്ന് പറഞ്ഞൊരു കാൻഡിഡ് ക്യാമറ സംഭവമാണത്. അതിനേക്കാളും എക്സ്ട്രീം റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഒരു ഇതും കിട്ടില്ല. പലരും അത് സ്റ്റേജ് ചെയ്താണ്, ബട്ട് ബക്ര ഞങ്ങൾ ഒരിക്കലും സ്റ്റേജ് ചെയ്തിട്ടില്ല. It is a fun show, and in a street like Bombay, you go there, you will find such people, who want to, do things, who want to act in front of the camera. വെറുതെ ഞാൻ ഓഡിഷൻ വരുവാണ്, ഈ ക്യാരക്ടറിന് ഓഡിഷൻ ചെയ്യുന്നു പറഞ്ഞാൽ 10 പേര് വരും അത് ചെയ്യാനായിട്ട്. അപ്പോൾ ഇറ്റ് വാസ് ഓൾ റിയൽ, ഇറ്റ് വാസ് ഓൾ സെറ്റപ്പ് ലൈക്ക് ദാറ്റ്. അപ്പോൾ ആ സമയം മുതലേ ഐ വാണ്ടഡ് ടു തിങ്ക് ഓഫ് മേക്കിംഗ് ഷോർട്ട് ഫിക്ഷൻ. പിന്നെ ആ ഷോർട്ട് ഫിക്ഷൻ തോട്ട്സ് പിന്നെ ലോങ് തോട്ട്സായി മാറി. പിന്നെ വിചാരിച്ചു ഓക്കെ ഒരു ഫിലിം ചെയ്യണമെന്ന് തോന്നി. അപ്പം I think that is a part of the growth of one person also. Today you are sitting and talking to me, tomorrow you would want to own a media entertainment business. So that is the graph that you will go in for, right? So it was part of that, my growth as a creative person, I would say. ഹൊറർ എന്ന ജോണറിനോടാണ് കുറച്ചും കൂടെ ഒരു ഇൻട്രസ്റ്റ് കൂടുതലുള്ള? അല്ല, കോമഡിയാണ്. എന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു ഹൊറർ മൂവി എടുത്തത്. കോമഡി comes very easy to me. അതുകൊണ്ടാണ് ബക്ര I was doing, and I did it for a very long time. അതുപോലെ MTV ഒത്തിരി കോമഡി പ്രോമോസ്, സ്പൂഫ്സ് അതെല്ലാം I had directed. ഇത് ചൂസ് ചെയ്യാനുള്ള ഈ ഒരു പ്രോജക്റ്റിൽ ഹൊറർ ഇതന്നെ ചൂസ് ചെയ്യാനുള്ള കാര്യം, ഇറ്റ്സ് എ വെരി ടഫ് ജോണർ ടു ക്രിയേറ്റ്, വെരി ടഫ് ജോണർ. അത് മാത്രമല്ല ഈ ഒരു സ്റ്റോറി വാസ് ലെൻഡിങ് ഇൻ വെരി നൈസ്ലി. സോ അതുകൊണ്ടാണ് വി തോട്ട്. ആൻഡ് ഓൾസോ ഈ പ്രോജക്റ്റ് പെട്ടെന്ന് ആർട്ടിസ്റ്റ് പറഞ്ഞു, പ്രൊഡ്യൂസർ ഓണായി, ആർട്ടിസ്റ്റ് ഓണായി. ഇറ്റ് ഹാപ്പൻ വെരി ഓർഗാനിക്കലി, വെരി ഫാസ്റ്റ്. ആൻഡ് ഇത് കുറേ നാൾ മുൻപ് ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറേ നാൾ ഒരുപാട് ഫെസ്റ്റിവൽസിന് പോയി ക്യാൻസലും ഒക്കെ പോയിട്ട് വന്നതായിരുന്നു. അപ്പം അതിൻ്റെ റിലീസ് ഇത്രയും വൈകിയത് ഈ ഫെസ്റ്റിവൽസിനെല്ലാം പോയിക്കൊണ്ടിരുന്നതുകൊണ്ടാണോ? അതെ. ഇപ്പം വടക്കൻ നമ്മൾ 2024 ഏർലി 2024 നമ്മൾ ഫിനിഷ് ചെയ്തു പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ വി വാണ്ടഡ് ടു പുട്ട് ഇൻ കുറച്ച് ഫിലിം ഫെസ്റ്റിവൽസിൽ വിടണമെന്നാൽ. ഇപ്പോൾ നമ്മൾ ഫിലിം ഫെസ്റ്റിവൽ എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വരുന്നതെന്ന് പറഞ്ഞാൽ ബുദ്ധിജീവി അടിക്കുന്ന പടം അല്ലെങ്കിൽ പ്രകൃതി പടം, ഇങ്ങനെയൊക്കെ ഒരു ഇതാണല്ലോ. ബട്ട് അതിനും അപ്പുറം ജോണർ ഫിലിംസിന് വേണ്ടിയിട്ട്, ജോണർ ഫിലിംസ് എന്ന് പറയുന്നത് ഹൊറർ, സൂപ്പർ നാച്ചുറൽ, കൾട്ട് ആക്ഷൻ ഫിലിംസ്, അല്ലെങ്കിൽ സോംബി കോമഡി, അല്ലെങ്കിൽ വാമ്പയർ കോമഡി, ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ജോണർ ഫിലിംസിനകത്ത് വരുന്നത്. ജോണർ ഫിലിംസിൻ്റെ ഫിലിം ഫെസ്റ്റിവൽസ് ഓൾ ഓവർ ദ വേൾഡ് ആർ ദ മോസ്റ്റ് ഹാപ്പനിങ് ഫിലിം ഫെസ്റ്റിവൽസ്. അതിനെക്കുറിച്ച് ശരിക്കും എന്താ പറയുക, നോളജ് നമ്മുടെ ഇന്ത്യയിലോട്ട് അധികം നോളജ് ഉള്ള ആൾക്കാർ വളരെ കുറവാണ്. ബിക്കോസ് ഇന്ത്യയിൽ നിന്ന് അധികം ജോണർ ഫിലിംസ് ഇറങ്ങാറില്ല, അത് തന്നെ എൻ്റെ കാരണം. അപ്പോൾ ഈ ജോണർ ഫിലിം ഫെസ്റ്റിവൽസിൽ ഫസ്റ്റ് ബ്രസൽസ് ഇൻ്റർനാഷണൽ ഫാൻറ്റാസ്റ്റിക് ഫിലിം ഫെസ്റ്റിവൽ എന്നൊരു ഫെസ്റ്റിവലുണ്ട് ബ്രസൽസിൽ. ഇവിടെ വരുന്നത് ക്വിൻ്റൻ ടാരന്റിനോ വരാറുണ്ട്, ഗിലെർമോ ഡെൽ ടോറോ വരാറുണ്ട്, ഇങ്ങനെ ലെജൻഡറി ജോണർ ഫിലിം മേക്കേഴ്സ് ലാൻഡ് അപ്പ് ഓവർ. അവിടെ നമുക്ക് ബ്രസൽസിൽ വർക്ക് ഇൻ പ്രോഗ്രസ് സ്റ്റേജിൽ തന്നെ ദേ സെലക്റ്റഡ് വടക്കൻ. അവരുടെ മാർക്കറ്റിൽ, ബീഫ് മാർക്കറ്റിൽ വി വെയർ ദെയർ. പോസ്റ്റ് പ്രൊഡക്ഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫുള്ളായിട്ട്, ബട്ട് ദേ പുട്ട് us in വർക്ക് ഇൻ പ്രോഗ്രസ് കാറ്റഗറി. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് വി ഡിസൈഡ് ഓക്കെ പീപ്പിൾ ഇൻ്റർനാഷണലി ആർ ടേക്കിംഗ് നോട്ടീസ്. അവിടെ നിന്ന് വി ഗോട്ട് ഇൻ ടു കാൻസിൽ മാഷെ ഡു ഫിലിം ഫാൻറ്റാസ്റ്റിക് പവലിയൻ അവർ റീച്ച് ഔട്ട് ചെയ്തു. അവർ ഗാല സ്ക്രീനിങ്ങിന് ക്ലോസിംഗ് ഫിലിമായിട്ട് വെക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ കാൻസിൽ ഫാൻറ്റാസ്റ്റിക് പവലിയൻ്റെ ഗാല സ്ക്രീനിങ് 7 ഫിലിംസാണ് സെലക്ട് ചെയ്തത്. അതിനകത്ത് ക്ലോസിംഗ് ഫിലിം വടക്കനായിരുന്നു. അപ്പോൾ അത് ഐ തിങ്ക് മലയാളിക്കൊരു ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ എ മലയാളി. ഇപ്പോൾ മാഷെ ഡു ഫിലിം യെസ് അതൊരു മാർക്കറ്റാണ് അവിടെ വരാം, ബട്ട് ഫാൻറ്റാസ്റ്റിക് പവലിയനിൽ അവിടെ അത് ക്യൂറേറ്റഡ് ആണ്. ദേ വിൽ സെലക്ട് ദ മൂവി. അതിനകത്ത് ക്ലോസിംഗ് ആയിരുന്നു വടക്കൻ. അതിനുശേഷം ഫ്രൈറ്റ് നൈറ്റ് US വടക്കൻ ബെസ്റ്റ് സൂപ്പർ നാച്ചുറൽ ഫിലിം അവാർഡ് കിട്ടി. പിന്നെ റെയിംസ് ഇൻ ഫ്രാൻസ് അവിടെ ബെസ്റ്റ് സൂപ്പർ നാച്ചുറൽ ഫിലിം അവാർഡ് കിട്ടി. പിന്നെ മൾട്ടിപ്പിൾ ഫിലിം ഫെസ്റ്റിവൽസിൽ പോയി. പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് ഐക്കോണിക് ഫിലിം ഫെസ്റ്റിവൽ 78ാമത് സലേർണോ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ഇറ്റലിയിൽ.
അവിടെ ടെക്നിക്കലി അല്ലെങ്കിൽ നാരേറ്റീവ് വൈസ് ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ഫിലിംസ് മാത്രമേ സെലക്ട് ചെയ്യത്തുള്ളൂ. അവിടെ നിന്നാണ് നമ്മുടെ ഒരു കൊച്ചു പടം മലയാളത്തിൽ നിന്ന് അവിടെ പോയി ഒഫീഷ്യൽ സെലക്ഷൻ ആവുന്നത്. അപ്പോൾ ഈ ഫിലിം ഫെസ്റ്റിവൽസ് എല്ലാം മറ്റേ എന്താ പറയുക, ഈ ടിപ്പിക്കൽ ആർട്ട് ഹൗസ് ഫെസ്റ്റിവൽസ് അല്ല. ഇത് ഹാർഡ് കോർ കമേഴ്ഷ്യൽ സ്ലാഷർ ഫിലിംസ്, ഹൊറർ ഫിലിംസ്, സൂപ്പർ നാച്ചുറൽ ഫിലിംസ് മാത്രം സ്ക്രീൻ ചെയ്യുന്ന ഫെസ്റ്റിവൽസിലാണ്. അവിടെ പോയി ഒരു മലയാളം പടം അവിടെ ചെല്ലുക, വിജയിക്കുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് എ പ്രൗഡ് മൊമെൻറ്റ് ഫോർ ഓൾ ഓഫ് us മലയാളീസ്. അടുത്ത മൂവി ഇനിയും ഏത് ജോണറിലായിരിക്കും? അടുത്ത മൂവി വാട്ട് എവർ ഇറ്റ് ഈസ് ഐ വോണ്ട് ടു ഡു എ കോമഡി ബിക്കോസ് കോമഡി ഈസ് മൈ കംഫർട്ട് സോൺ. ഇറ്റ് കംസ് വെരി നാച്ചുറലി, ദാറ്റ്സ് വൈ. അപ്പം വടക്കനിപ്പം വളരെ സക്സസ്ഫുള്ളായി തന്നെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് പേരും, എനിക്ക് പേഴ്സണലി ഞാൻ കണ്ട് ഒരുപാട് പേടിച്ച മൂവി കൂടെ ആയിരുന്നു. ഒരുപാട് പേടിയുള്ള ആൾ. ഇന്നത്തെ കഥയും കൂടെ ആയപ്പോഴത്തേക്ക് എൻ്റെ ഇന്നത്തെ ഉറക്കം പോകും. എന്നാലും താങ്ക് യു സോ മച്ച്. ആൻഡ് വടക്കൻ ഇനിയും ഒരുപാട് പ്രേക്ഷകരിലൊക്കെ എത്തട്ടെ. ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു. താങ്ക് യു.